ആദി മഹേഷിന്റെ മകനാണെന്ന് തിരിച്ചറിഞ്ഞ് ഇഷിത വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. പിറ്റേന്ന് തിരിച്ചെത്തിയ ഇഷിത ചിപ്പിയെ സ്കൂളിലാക്കി ആശുപത്രിയിലേക്ക് പോകുന്നു. തിരക്കുകളെല്ലാം കഴിഞ്ഞ ശേഷം ഇഷിത രചനയെ ഫോൺ ചെയ്യുന്നു. ആദി തന്റെ മകനാണെന്നും അവൻ ഒരു നാൾ താനാണ് അവന്റെ അമ്മയെന്ന് തിരിച്ചറിയുമെന്നും പറഞ്ഞ് ഇഷിത രചനയെ വെല്ലുവിളിക്കുന്നു. അതോടൊപ്പം ആദിയെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ആകാശാണെന്ന് തെളിയിക്കുന്ന വീഡിയോയും രചനയ്ക്ക് അയച്ചു കൊടുക്കുന്നു. അത് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാനും ഇഷിത രചനയോട് പറയുന്നു. ഇനി നോക്കാം പുതിയ കഥ. ഇഷിത അയച്ച വീഡിയോ കണ്ട് ആദിയെ ഇടിച്ചു കൊല്ലാൻ നോക്കിയത് ആകാശിന്റെ കാർ തന്നെയാണെന്ന് തിരിച്ചറിയുകയാണ് രചന. അങ്ങനെ ആകാശിന്റെ കള്ളത്തരങ്ങൾ തിരിച്ചറിഞ്ഞ രചന കാര്യങ്ങൾ മനസ്സിലാക്കി ആകാശിനെ ചോദ്യം ചെയ്യുന്നു. താൻ മനഃപൂർവ്വം ഇടിച്ചു കൊല്ലാൻ നോക്കിയതല്ലെന്നും അന്ന് മദ്യപിച്ച് ഓവറായി പറ്റിപ്പോയതാണെന്നും ആകാശ് രചനയോട് പറയുന്നു. എന്നാൽ അതൊന്നും കേൾക്കാൻ രചന തയ്യാറാവുന്നില്ല. ആകാശിന്റെ ന്യായീകരണങ്ങൾ തനിക്ക് കേൾക്കേണ്ടെന്നും ചെകുത്താന്റെ കൂടെയുള്ള ജീവിതം തനിക്ക് മതിയായെന്നും പറഞ്ഞ് രചന ആകാശിനെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കുന്നു. അത് കലക്കി രചന. കഥ ഇതുപ്രകാരം തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആകാശിന് ഇനി രചനയെയും ആദിയെയും വെച്ച് മഹേഷിനെതിരെ കരുക്കൾ നീക്കാൻ കഴിയില്ല. രചനയ്ക്ക് തിരിച്ചറിവ് കിട്ടിയെങ്കിൽ ഇനിയും ആകാശിന്റെ നാടകങ്ങളിൽ രചന വീഴില്ല. എന്നാൽ ആകാശ് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറഞ്ഞ ഉടനെ പോകുന്ന ഒരാളല്ല. വീണ്ടും രചനയോട് ഇഷ്ടം അഭിനയിച്ച് മഹേഷിനെതിരെ പടപൊരുതാൻ അവൻ തുനിഞ്ഞിറങ്ങും. ഇതിന് തൊട്ട് മുൻപത്തെ എപ്പിസോഡിലാണ് ആദി മഹേഷിന് രചനയിലുണ്ടായ മകനാണെന്ന് ഇഷിത തിരിച്ചറിഞ്ഞത്. ആ സത്യം അറിയുന്നതോടെ ഇഷിതയും മഹേഷും വേർപിരിയുമെന്ന പ്രതീക്ഷയിലാണ് ആകാശ് ആ ബോംബ് പൊട്ടിച്ചത്. ആദി മഹേഷിന്റെ മകനാണെന്ന സത്യം ഞെട്ടലോടെ തന്നെയാണ് ഇഷിത തിരിച്ചറിഞ്ഞത്. അതോടെ ഇഷിത മഹേഷിന്റെ ജീവിതത്തിൽ നിന്ന് പോകുമെന്ന് കരുതിയ രചനയ്ക്കും ആകാശിനും പക്ഷേ തെറ്റി. ചിലതെല്ലാം തീരുമാനിച്ചുറപ്പിച്ചാണ് ഇഷിത വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. തന്റെ തീരുമാനം അറിയിക്കാൻ ഇഷിത മഹേഷിനെ കൂട്ടി ഒരു ശാന്തമായ സ്ഥലത്തേക്ക് പോകുന്നു. ആദി എന്നൊരു മകൻ കൂടി മഹേഷിനുണ്ടെന്നറിഞ്ഞപ്പോൾ തനിക്ക് അത് ഞെട്ടലായിരുന്നെന്നും എന്നാൽ ആ സത്യം അറിയുന്നതിന് മുൻപ് തന്നെ അവൻ തന്റെ മകനായിരുന്നെന്നും ഇഷിത മഹേഷിനോട് പറയുന്നു. കാര്യങ്ങളൊന്നും മഹേഷിന് കൃത്യമായി മനസ്സിലായില്ല. ഇഷാദാണ് ആദ്യെന്നും താൻ അവന്റെ കാര്യമാണ് അന്ന് പറഞ്ഞതെന്നും ഇഷിത വ്യക്തമാക്കിയതോടെ മഹേഷിന് എല്ലാം മനസ്സിലായി. ഇഷിത കൂടെ ഉണ്ടാവുമെന്ന ഉറപ്പ് കിട്ടിയതോടെ മഹേഷിന് വലിയ സന്തോഷമാവുകയും അവർ ഒരുമിച്ച് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയും ചെയ്യുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദിയും ചിപ്പിയോടൊപ്പം ആ കുടുംബത്തിലേക്ക് വന്നു ചേരുമോ ഇല്ലയോ എന്നെല്ലാം വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാം.